സോ വെൽക്കം ഓൾ. നമ്മൾ മറ്റൊരു സെക്ഷനിലോട്ടേക്ക് കടക്കുകയാണ്. ഓക്കുലർ അനാട്ടമിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്, ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ കുറച്ചും കൂടെ നമ്മൾ ജനറൽ അനാട്ടമിക്കൽ പെർസ്പെക്റ്റീവിലും കൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നാലും നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. സോ നമ്മൾ വളരെ സിമ്പിളാക്കി നമ്മൾ ഈ ഒരു സെക്ഷനും കൂടെ നമ്മൾ എടുത്ത് തീർക്കുന്നതാണ്. അതോടുകൂടി നമ്മുടെ അനാട്ടമി ടോപ്പിക്സ് മൊത്തമായിട്ട് ഫിനിഷ് ആവും. സോ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സെക്ഷനെ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ക്രാനിയൽ നെർവ്സിലോട്ടേക്ക് കടക്കാം. സോ നമുക്ക് വി ഹാവ് 12 പെയർസ് ഓഫ് ക്രാനിയൽ നെർവ്സ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 12 പെയർ ഓഫ് ക്രാനിയൽ നെർവ്സാണ് മൊത്തത്തിൽ നമുക്കുള്ളത്. ഇതിലെല്ലാം ഒന്നും നമ്മൾ ഒപ്റ്റോമെട്രി സ്റ്റുഡൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെർവ്സുകൾ മാത്രമേ നമ്മളിതിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. സോ ഈ ഒരു ക്രാനിയൽ നെർവ്സിലോട്ട് കടക്കുന്നതിൻ്റെ മുമ്പ് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്, വാട്ട് ഈസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെറുതായിട്ട് നിങ്ങൾക്ക് തന്നതിന് ശേഷം നമ്മൾ ആ ഒരു സെക്ഷനിലോട്ടേക്ക് കടക്കും. സോ NS എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമാണ്. സോ നമുക്കൊരു 2 ടൈപ്പ് ഓഫ് നെർവസ് സിസ്റ്റമാണ് നമുക്കുള്ളത് അല്ലേ. സോ നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടിൽ നിന്നും ബ്രെയിനിലോട്ടേക്കും ബ്രെയിനിൽ നിന്ന് തിരിച്ചൊക്കെ സിഗ്നൽസുകളും മെസ്സേജുകളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പാത്താണ് നെർവ്സ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള മൊത്തം നെർവസ് സിസ്റ്റത്തിൽ എൻ്റയർ ബോഡിയിൽ 2 ടൈപ്പ് നെർവസ് സിസ്റ്റമാണുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് സെൻറ്റർ, ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടുന്ന ആ ഒരു സെക്ഷന് പറയുന്ന പേരാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ പിന്നെ പറയുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മറ്റുള്ള ബോഡിയായിട്ടും നമ്മുടെ ബ്രെയിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇതാണെന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിൽ വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടുള്ള നെർവസ് സിസ്റ്റംസ് ഉണ്ട്. വോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള നെർവസ് സിസ്റ്റത്തിന് നമ്മൾ വോളണ്ടറി നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. നമ്മുടെ പ്യൂപ്പിളിൻ്റെ കൺസെഷൻ ആൻഡ് ഡയലേഷൻ അതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. നമ്മുടെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. സോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതിനാണ് നമ്മൾ ഇൻവോളണ്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ 2 ടൈപ്സ് ഉണ്ട്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ടെസ്റ്റൊക്കെ വായിക്കുമ്പോൾ എന്താണ് സിമ്പതറ്റിക്, എന്താണ് പാരാസിമ്പതറ്റിക് എന്ന് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. സോ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം എൻ്റയർ നെർവസ് സിസ്റ്റത്തിലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അതായത് ഈ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് രണ്ടും നമ്മുടെ കൺട്രോളിൽ ഉള്ളതല്ല, ഇൻവോളണ്ടറിയാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന 2 ടൈപ്പ് ഓഫ് നെർവ്സാണ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. സോ സിമ്പതറ്റിക് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അത് പെട്ടെന്നുള്ള ആക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വരുമ്പം പെട്ടെന്ന് നടക്കുന്ന ഒരു ആക്ഷനായിട്ട് വരുന്നതാണ് സിമ്പതറ്റിക് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു എമർജൻസി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മുടെ കണ്ണ് ഡയലേറ്റ് ആവും, പ്യൂപ്പിൾ ഡയലേറ്റ് ആവും. സോ ആ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണെന്ന് പറയുന്നത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ പാരാസിമ്പതറ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സോ സിമ്പതറ്റിക് എന്താണോ ചെയ്യുന്നത് അതിനെ റിലാക്സ് ആക്കുന്ന, അതിനെ റെസ്റ്റ് ആക്കുന്ന രീതിയിൽ ആക്ഷനാണ് പാരാസിമ്പതറ്റിക് ചെയ്യുന്നത്. സോ ഹാർട്ട് ബീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, സ്ട്രെസ്സിൻ്റെ സമയത്ത് കൂട്ടിക്കഴിഞ്ഞാൽ, സ്ട്രെസ്സ് മാറിക്കഴിഞ്ഞാൽ അത് റിലാക്സ് ആക്കി നോർമൽ ഹാർട്ട് ബീറ്റിലോട്ടേക്ക് എത്തിക്കുന്നതാണ് പാരാസിമ്പതറ്റിക് എന്ന് പറയുന്നത്. സോ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് രണ്ടും നമ്മുടെ വോളണ്ടറി കൺട്രോളിൽ ഉള്ളതല്ല. അതെന്തിൻ്റെ സിസ്റ്റമാണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ദാറ്റ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നെർവസ് സിസ്റ്റത്തിൽ ജസ്റ്റ് നമ്മൾ അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ശരിക്കും ക്രാനിയൽ നെർവ്സിലോട്ടേക്ക് പോകുന്നത്. സോ ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ്. 12 ക്രാനിയൽ നെർവ്സാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. സോ ഇതിൽ നമുക്ക് കണ്ണിൻ്റെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ഐയുടെ പെർസ്പെക്റ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു 2nd, 3rd, 4th, 5th, 6th ആൻഡ് 7th ആണ്. സോ 1 എന്ന് പറയുന്ന ഓൾഫാക്റ്റ് നമുക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതിൽ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത് 2nd ക്രാനിയൽ നെർവാണ്. സോ അത് ഓൾറെഡി നമ്മൾ റെക്ടിനേൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഈ ക്രാനിയൽ നെർവ്സിൽ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുലോമോട്ടോർ, ട്രോക്ലിയർ,
ട്രൈജെമിനൽ, അബ്ഡുസെൻ്റ് ആൻഡ് ഫേഷ്യൽ നെർവാണ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒക്കുലോമോട്ടോർ നെർവാണ്. സോ അത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒക്കുലോമോട്ടോറാണ്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അതായത് നമ്മുടെ കണ്ണിൻ്റെ ഓൾമോസ്റ്റ് മെയിൻ ആയിട്ടുള്ള എല്ലാ പാർട്ടിലോട്ടേക്ക് എത്തുന്ന ഒരു നെർവ്സാണെന്ന് പറയുന്നത് ഒക്കുലോമോട്ടോർ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒപ്റ്റിക് നെർവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇനി ഒക്കുലോമോട്ടോർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിപ്പം ക്രാനിയൽ നെർവ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് 12 ക്രാനിയൽ നെർവ്സാണ് മൊത്തമായിട്ട് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒക്കുലോ മോട്ടോർ നെർവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒക്കുലോ മോട്ടോർ ആദ്യം പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെടാത്ത ടോട്ടൽ 12 ക്രാനിയൽ നെർവ്സാണ് ഉള്ളത്. സോ അതിൽ ഒന്നാമത്തെ ക്രാനിയൽ നെർവ്സ് നമ്മുടെ ഐയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. രണ്ടാമത്തത് ഏതാണ്? ഒപ്റ്റിക് നെർവാണ്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്രാനിയൽ നെർവാണ് ഒക്കുലോ മോട്ടോർ. സോ അതുകൊണ്ടാണ് നമ്മൾ ഒക്കുലോ മോട്ടോറിനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ ക്രാനിയൽ നെർവ്സിൻ്റെ ടോപ്പിക് എടുത്ത് പഠിക്കുന്നത്. സോ നമ്മൾ ഒക്കുലോമോട്ടോറിൻ്റെ ഡീറ്റെയിൽ സെക്ഷനിലോട്ടേക്ക് പോവുകയാണ്. സോ ഏതൊരു ക്രാനിയൽ നെർവ്സും നമുക്ക് പഠിക്കേണ്ട ഒരു എളുപ്പ ടെംപ്ലേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം അതിൻ്റെ പഠിക്കേണ്ടത്. സോ അതിലാദ്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഡെഫിനിഷനാണ്. രണ്ടാമത്തെ അതിൻ്റെ ലൊക്കേഷൻ. സോ എല്ലാ ക്രാനിയൽ നെർവ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. സോ ബ്രെയിനിൽ ഏത് ലൊക്കേഷൻ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ന്യൂക്ലിയസ് എവിടെയാണ് കൃത്യമായിട്ട് സ്ഥിതി ചെയ്യുന്നുള്ളതാണ് ലൊക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മുടെ കണ്ണിലത് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കോസ്, അതായത് ബ്രെയിനിൽ നിന്ന് കണ്ണിലോട്ടേക്ക് എത്തേണ്ടതാണ്. സോ എങ്ങനെയാണ് ബ്രെയിനിൽ നിന്ന് കണ്ണിലോട്ടേക്ക് എത്തുന്നത് എന്നുള്ള ആ ഒരു കോസാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. പിന്നെ ക്ലിനിക്കൽ ആസ്പെക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലെന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ കണ്ണിന് വരുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഒരു നെർവ്, അതായത് ഒരു ക്രാനിയൽ നെർവ് പഠിക്കാനുള്ള അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക, നമ്മളതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കുക, നമ്മളതിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കുക, നമ്മളതിൻ്റെ കോസ്, അത് ബ്രെയിനിൽ നിന്ന് എങ്ങനെയാണ് കണ്ണിലോട്ടേക്ക് എത്തുന്നത് മനസ്സിലാക്കുക. പിന്നെ അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഒക്കുലോ മോട്ടോറിൻ്റെ ഡെഫിനിഷനിലോട്ടേക്ക് കടക്കുകയാണ്. സോ വാട്ട് ഈസ് ഒക്കുലോ മോട്ടോർ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി തേർഡ് ക്രാനിയൽ നെർവ്. അല്ലേ, നമുക്ക് വളരെ എളുപ്പമാണ് അതിലെ, നമുക്ക് അത്ര വലിയ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഒക്കുലോ മോട്ടോർ നെർവിൻ്റെ ഫസ്റ്റ് ഡെഫിനിഷൻ നമുക്ക് എന്ത് കൊടുക്കാം? അതൊരു തേർഡ് ക്രാനിയൽ നെർവാണ് നമുക്ക് കൊടുക്കാം. സോ വളരെ ഈസിയാണത്. സോ പിന്നെ ഞാനിവിടെ ഒരു ബ്ലാക്ക് ഇങ്കിൽ ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് മോട്ടോർ ഇൻ ഫങ്ഷൻ. ബട്ട് എന്താണ് മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ടൈപ്പ് ഫങ്ഷൻ ഓഫ് ന്യൂറോൺസ് ആണുള്ളത്. മോട്ടോറും ഉണ്ട്, പിന്നെ എന്താണുള്ളത്? സെൻസറി. അല്ലേ, സെൻസറി ന്യൂറോൺസും ഉണ്ട്, മോട്ടോർ ന്യൂറോൺസും ഉണ്ട്. അല്ലേ. സോ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ നമ്മൾ ആ ഒരു നോളജ് നമ്മൾ ഇതിൽ റീകലക്ട് ചെയ്യണം, എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാം. സോ സെൻസറി ന്യൂറോൺസ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നും മെസ്സേജുകൾ ബ്രെയിനിലോട്ടേക്ക് എത്തിക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ബ്രെയിൻ ടു ഓർഗൻസ്. അല്ലേ, നമ്മുടെ ബ്രെയിനിൽ നിന്നും ഡയറക്റ്റായിട്ട് ഓർഗൻസിലോട്ടേക്ക് മെസ്സേജ് എത്തിക്കുന്നതാണ് നമ്മളെന്ന് പറയുന്നത് മോട്ടോർ എന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ തന്നെ നമുക്ക് മിക്സ്ഡ് അല്ലെങ്കിൽ ബോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. അല്ലേ, മിക്സ്ഡ് അല്ലെങ്കിൽ ബോത്ത്. അല്ലേ, 2 ഫങ്ഷൻസ് ഉള്ള ന്യൂറോൺസുകൾ നമുക്കുണ്ട്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാവാത്തവരോട് ഒന്നും കൂടെ പറയാണ്, ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമല്ല. സോ നെർവ്സിന് 2 or 3 രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. സോ അതിൽ വരുന്നതാണ് മോട്ടോർ, സെൻസറി അല്ലെങ്കിൽ ബോത്ത്. സോ മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബ്രെയിനിൽ നിന്നും ഓർഗൻസിലോട്ടേക്ക്, ഇവിടെ ബ്രെയിനിൽ നിന്നും കണ്ണിലോട്ടേക്കാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. സോ ഒക്കുലോ മോട്ടോർ എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നും കണ്ണിലോട്ടേക്ക് ഈ മെസ്സേജുകൾ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആണ്. സോ ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനിഷനിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? ഇറ്റ് ഈസ് എ തേർഡ് ക്രാനിയൽ നെർവ് ആൻഡ് ഇറ്റ് ഈസ് മോട്ടോർ ഇൻ ഫങ്ഷൻ. സോ ഈ 2 വാക്കുകൾ നമുക്ക് എന്താക്കാം? അവിടെ നമുക്ക് ഡെഫിനിഷനിൽ നമുക്ക് കൊടുക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പാർട്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇനി നമുക്ക് അറിയേണ്ടത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമ്മൾ കോസിൻ്റെ കൂടെയാണ് നമ്മൾ പറയുന്നത്. സോ അത് നമ്മൾ ഇതിൻ്റെ ഒരു ഫിഗർ വരക്കണം. സോ അതിൻ്റെ മുമ്പ് നമുക്കിതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ എന്താക്കാം? നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ എക്സ്ട്രാ ഓക്കുലർ മസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലേ, ഓരോ മസിൽസിനെ പഠിക്കുമ്പോഴും ഇതിനെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഒക്കുലോ മോട്ടോർ നെർവ്. ഒക്കുലോ മോട്ടോർ നെർവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് നെർവാണ്. സോ നമ്മളിതിൻ്റെ ഫങ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തിനെ സപ്ലൈ ചെയ്യലാണ്? എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ സപ്ലൈ ചെയ്യലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം വി ഹാവ് 6 എക്സ്ട്രാ ഓക്കുലർ മസിൽസ്. അല്ലേ, നമുക്ക് 6 എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? 4 റെക്ടസ് മസിൽസും ഉണ്ട്, 2
ഒബ്ലീക്ക് മസിൽസും ഉണ്ട് അല്ലേ. സോ ഇങ്ങനെ 6 എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഉണ്ട്. പക്ഷേ ഈ 6 എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെയും ആര് സപ്ലൈ ചെയ്യുന്നില്ല? ഒക്കുലർ മോട്ടോറിന് സപ്ലൈ ചെയ്യുന്നില്ല. സോ ഈ എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ അനാട്ടമിയും അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കോഡ് അവിടെ പഠിച്ചിട്ടുണ്ടാകും. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നൊരു കോഡാണ് LR6XO4 ത്രൈസ് എന്ന് പറയുന്നത്. സോ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ലാറ്ററൽ റെക്ടസ് ആണ് അല്ലേ. SO എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സുപ്പീരിയർ ഒബ്ലീക്കാണ്. സോ നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ മൊത്തം ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മസിൽസ്? 6 മസിൽസ് ഉണ്ട്. ഇതിൽ ലാറ്ററൽ റെക്ടസിനെയും സുപ്പീരിയർ ഒബ്ലീക്കിനെയും എന്ത് സപ്ലൈ ചെയ്യുന്നില്ല? എക്സ്ട്രാ ഓക്കുലർ മസിൽസ് സപ്ലൈ ചെയ്യുന്നില്ല. ബാക്കി എല്ലാ മസിൽസിനെയും ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്കി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? മീഡിയൽ റെക്ടസ് വരും അല്ലേ. നമ്മളിങ്ങോട്ടേക്ക് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ മീഡിയൽ റെക്ടസ് വരും, ഇൻഫീരിയർ റെക്ടസ് വരും, ദെൻ സുപ്പീരിയർ റെക്ടസ് വരും അല്ലേ. സുപ്പീരിയർ റെക്ടസ് വരും, ദെൻ ഇൻഫീരിയർ ഒബ്ലീക്ക് വരും അല്ലേ. സോ ഇത്രയും മസിൽസിന് ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒക്കുലോമോട്ടോർ സപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ന് പറയുമ്പോൾ ലാറ്ററൽ റെക്ടസ് സപ്ലൈ ചെയ്യുന്ന ആരാണ്? സിസ്ത് ക്രാനിയൽ നെർവാണ്. ആരാണ് സിസ്ത് ക്രാനിയൽ നെർവ്? ദാറ്റ് ഈസ് അബ്ഡുസെൻ്റ് ആണല്ലേ. അബ്ഡുസെൻ്റ്. സുപ്പീരിയർ ഒബ്ലീക്കിന് സപ്ലൈ ചെയ്യുന്ന ആരാണ്? ഫോർത്താണ്. നമ്മളിനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആളാണ് സുപ്പീരിയർ ഒബ്ലീക്കിന് സപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രോക്ലിയർ ആണ്. സോ ബാക്കി എല്ലാ എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന ആരാണ്? ഒക്കുലോമോട്ടോറാണ്. സോ ഇത് കൂടാതെ ഈ IOM എന്ന് പറയുമ്പോൾ ഇൻട്രാ ഓക്കുലർ മസിൽസ് ആയിട്ടുള്ള സ്പിൻഡർ പ്യൂപ്പിളെ മസിൽസിനെയും അതുപോലെ നമ്മുടെ സീലറി മസിൽസിനെയും ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒക്കുലോമോട്ടോർ സപ്ലൈ. ഇത് കൂടാതെ ലെവേറ്റർ പാപ്പിൾവേ സുപ്പീരിയോറിസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലെവേറ്റർ എന്ന് പറയുന്ന നമ്മുടെ പേര് വന്നതന്നെ ഈ ഒരു LPS മസിലിൻ്റെ ഭാഗമായിട്ടാണ്. സോ ഇറ്റ് ഈസ് ടു നമ്മളെ ടാഗ് ലൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ടു എലവേറ്റ് ഒപ്റ്റോമെട്രി സ്റ്റുഡൻസ്. സോ LPSൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നത്തിങ് ബട്ട് ടു എലവേറ്റ് ഐലിഡ് അല്ലേ. നമ്മുടെ ഐലിഡിനെ എലവേറ്റ് ചെയ്യിക്കുന്ന ഒരു മസിലാണ് ലെവേറ്റൽ പാപ്പിൾവേ സുപ്പീരിയോറിസ് എന്ന് പറയുന്നത്. സോ ആ ഒരു എലവേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെർവാണെന്ന് പറയുന്നത് ഒക്കുലോമോട്ടോർ നെർവ് എന്ന് പറയുന്നത്. സോ ടു എലവേറ്റ് നമ്മളെ ഒരു ടാഗ് ലൈനും അത് തന്നെയാണ്. സോ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒക്കുലോമോട്ടോറിൻ്റെ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ സപ്ലൈ ചെയ്യുക. അതിൽ ലാറ്ററൽ റെക്ടസും സുപ്പീരിയർ റെക്ടസിനെയും ഇത് സപ്ലൈ ചെയ്യുന്നില്ല. ബാക്കിയുള്ള 4 മസിൽസിനാണ് സപ്ലൈ ചെയ്യുന്നത്. ഇൻട്രാ ഓക്കുലർ മസിൽസിലുള്ള സ്പിൻഡർ പ്യൂപ്പിളെ മസിൽസിനെയും സിലറി മസിൽസിനെയും, ശരിക്കും നമ്മുടെ ഡയലേറ്റർ പ്യൂപ്പിളെ മസിൽസിനെയും ഇത് തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അത് അത്ര അതിൻ്റെ ഒരു കോസും കാര്യങ്ങളൊക്കെ അൺനോൺ ആണ്. സോ നമ്മൾ മനസ്സിലാക്കുക, ഇൻട്രാഓക്കുലർ മസിൽസിനെയും നമ്മുടെ ഒക്കുലോമോട്ടോറിനെയാണ് സപ്ലൈ ചെയ്യുന്നത്. ദെൻ ലെവേറ്റൽ പാപ്പിൾവേ സുപ്പീരിയോറിസ്, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിഡിനെ എലവേറ്റ് ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ബേസിക് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ഒക്കുലോമോട്ടോറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഒക്കുലോമോട്ടോറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതൊരു തേർഡ് ക്രാനിയൽ നെർവാണ്, പിന്നെ അതൊരു മോട്ടോറിൻ ഫങ്ഷനാണ്, പിന്നെ അതിൻ്റെ ഫങ്ഷൻ ഇറ്റ് ഈസ് ടു സപ്ലൈ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് എക്സെപ്റ്റ് ലാറ്ററൽ റെക്ടസ് ആൻഡ് സുപ്പീരിയർ ഒബ്ലീക്ക് ആൻഡ് ഇൻട്രാ ഓക്കുലർ മസിൽസ് ഇൻക്ലൂഡിംഗ് സ്പിൻഡർ പ്യൂപ്പിളെ മസിൽസ് ആൻഡ് സീലറി മസിൽസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ സപ്ലൈ ദി ലെവേറ്റർ പാപ്പിൾവേ സുപ്പീരിയോറിസ് ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ലെവേറ്റർ പാപ്പിൾവേ സുപ്പീരിയോറിസ് ഈസ് ടു എലവേറ്റ് അവർ ഐലിഡ് ആണ്. സോ നമ്മൾ ഒക്കുലോമോട്ടോർ നെർവിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതെവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ റൂട്ട് എങ്ങനെയാണത് കണ്ണിലോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. സോ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻ്റ് വരച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ആദ്യം നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ അത് കണ്ണിലോട്ടേക്ക് എത്തുന്നത് മനസ്സിലാക്കുക. സോ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറഞ്ഞ ഒക്കുലോമോട്ടോറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മോട്ടോറിൻ ഫങ്ഷനാണ് അല്ലേ. സോ അത് ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡെസ്റ്റിനേഷൻ എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ ഐ ആയിരിക്കും. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ, അണ്ടർസ്റ്റുഡ് ആണ്. മോട്ടോർ ഫങ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ വരുള്ളൂ, ബ്രെയിനിൽ നിന്ന് കണ്ണിലോട്ടേക്കേ പോകുള്ളൂ. സെൻസറി ആണെന്നുണ്ടെങ്കിലാണ് തിരിച്ച് വരിക, കണ്ണിൽ നിന്ന് ബ്രെയിനിലോട്ടേക്കായിരിക്കും വരിക. സോ ഇത് മോട്ടോർ നെർവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും ബ്രെയിൻ ആയിരിക്കും. ഇനി എങ്ങനെയാണ് അത് കണ്ണിലോട്ടേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ കവേർണസ് സൈനസ് ആൻഡ് ഓർബിറ്റാണ്. സോ നമ്മുടെ ഒരു സമ്മറൈസ്ഡ് ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്നും കവേർണസ് സൈനസ് വഴി ഓർബിറ്റിലൂടെ നമ്മുടെ കണ്ണിലോട്ടേക്ക് എത്തും. ഇത് ഓർബിറ്റിലേക്കുള്ള അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷറാണ്. സോ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ഡയഗ്രാമിലോട്ടേക്ക് നമ്മൾ പറയും. സോ ഒക്കുലോമോട്ടോർ എന്ന് പറയുന്നത് തേർഡ് നെർവാണ്, മോട്ടോറിൻ ഫങ്ഷനാണ്. സോ അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു, എക്സ്ട്രാ ഓക്കുലർ മസിൽസിന് അത് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇൻട്രാ ഓക്കുലർ മസിൽസിന് അത് സപ്ലൈ ചെയ്യുന്നുണ്ട്, ലെവേറ്റർ പാപ്പിൾവേ സുപ്പീരിയോറിസിന് അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സിംപ്ലി ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ബ്രെയിൻ through cavernous sinus, through orbit, and it finally reaches into the eye.
അല്ലേ? നമ്മൾ ഈ പറഞ്ഞ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആയിക്കോട്ടെ, ഇൻട്രാ ഓക്കുലർ മസിൽസ് ആയിക്കോട്ടെ, LPS ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഐയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ ഇതിലോട്ടേക്ക് എത്തിയാൽ മാത്രമല്ലേ ഇതിൻ്റെ ഫംഗ്ഷൻ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു റൂട്ടിലൂടെയാണ് എന്താക്കുന്നത്? നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് ഐയിലോട്ടേക്ക് എത്തുന്നത്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്തായാലും വേണം. അതിനുശേഷമാണ് ഇതിൻ്റെ ഡീറ്റെയിലോട്ടേക്ക് നമ്മൾ കിടക്കുന്നത്. സോ ബ്രെയിനിൽ എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, അല്ലേ? സോ ഈ ബ്രെയിനിൽ എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ മിഡ് ബ്രെയിനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ മിഡ് ബ്രെയിൻ ടു കവേർണസ് സൈനസ്, ആൻഡ് കവേർണസ് സൈനസ് അത് ഓർബിറ്റിലോട്ടേക്ക് എത്തുന്നു, ഓർബിറ്റിൽ നിന്ന് നമ്മുടെ കണ്ണിലോട്ടേക്ക് എത്തുന്നു. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കുക. സോ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവിൻ്റെ റൂട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. എവിടെയാണ് എക്സാക്ട്ലി അത് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒക്കുലോമോട്ടോർ നെർവ് എന്ന് പറയുന്നത് അതൊരു മോട്ടോർ നെർവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ്? ബ്രെയിനാണ്. സോ ബ്രെയിനിൽ നിന്ന് ഐയിലോട്ടേക്ക് എത്തുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഷോർട്ട് റൂട്ട് നമ്മൾ പറഞ്ഞു, ഫ്രം ബ്രെയിൻ ത്രൂ കവേർണസ് സൈനസ്, അത് ഇതിലോട്ടേക്ക് എത്തും, നമ്മുടെ ഐയിലോട്ടേക്ക് എത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ റൂട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. സോ നമുക്ക് ബ്രെയിനിൻ്റെ ഒരു എൻലാർജ്ഡ് ഫിഗർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ ഒരു ബ്രെയിനെ നമ്മൾ ഡിവൈഡഡ് ഇൻ ടു 4 ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈ ബ്രെയിൻ. ഏറ്റവും മുകളിലത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ സെറിബ്രം ആ ഒരു റീജിയനാണ്. സോ മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഫിഗറാണ്. ദെൻ നമുക്ക് ഇവിടെ പോൺസ് ആൻഡ് മെഡുല ഒബ്ലാങ്കറ്റ നമുക്കുണ്ട്. ദെൻ അറ്റ് ലാസ്റ്റ് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ വരുന്നത് സ്പൈനൽ കോഡാണ്. സോ ഈ ഒരു റീജിയനാണ് നമ്മളിവിടെ എൻലാർജ് ചെയ്ത് വരച്ചിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോർഷൻ മിഡ് ബ്രെയിൻ നിന്നാണ് നമ്മുടെ ആര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഒക്കുലോമോട്ടോർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ മിഡ് ബ്രെയിൻ തന്നെ രണ്ട് പോർഷൻസ് ഉണ്ട്, 2 കട്ടിങ് ഉണ്ട്. ഒന്ന് സുപ്പീരിയർ കോളിക്കുലസ് റീജിയനാണ്, ഒന്ന് ഇൻഫീരിയർ കോളിക്കുലസ് റീജിയനാണ്. മിഡ് ബ്രെയിൻ്റെ മുകളിലെ പോർഷനാണ് സുപ്പീരിയർ കോളിക്കുലസ്, അതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ ഇൻഫീരിയർ കോളിക്കുലസ് എന്നാണ് പറയുന്നത്. സോ ഈ സുപ്പീരിയർ കോളിക്കുലസ് റീജിയൻ എന്നാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവിൻ്റെ ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾ ഈ ഒരു എൻലാർജ്ഡ് പോർഷൻ, ഈ ഒരു ഫസ്റ്റ് കർവിൻ്റെ എൻലാർജ്ഡ് പോർഷനാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. സോ ഇതിലോട്ടേക്ക് ശ്രദ്ധിക്കുക. സോ ഇത് മിഡ് ബ്രെയിനിൻ്റെ സുപ്പീരിയർ കോളിക്കുലസ് റീജിയൻ്റെ ഒരു എൻലാർജ്ഡ് പോർഷനാണ്. ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചതാണ്. സോ എക്സാക്ട്ലി നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് ബ്രെയിനിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഫ്രം ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ മിഡ് ബ്രെയിനിൻ്റെ ഈ ഒരു സുപ്പീരിയർ കോളിക്കുലസ് റീജിയനിൽ എന്തൊക്കെയുള്ളത് നമ്മൾ നോക്കാം. സോ ഇതിൻ്റെ സെൻട്രൽ ഗ്രാമേറ്റർ ഉണ്ട്. ദെൻ നമ്മൾ ഈ റെഡ് പോർഷനിൽ പറഞ്ഞിട്ടുള്ളത് റെഡ് ന്യൂക്ലിയസ് ആണ്. ആൻഡ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ ഉള്ളതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മിഡ് ബ്രെയിൻ്റെ പാർട്ടിയിലുള്ളത്. സോ ഇനി നമ്മൾ ഒക്കുലോമോട്ടോർ നെർവിനെ കുറിച്ച് പറയുമ്പം ഒക്കുലോമോട്ടോർ നെർവിന് 2 ന്യൂക്ലിയസ് ഉണ്ട്. ഇറ്റ് ഹാസ് മെയിൻലി 2 ന്യൂക്ലിയസ് ആണ് ഒക്കുലോമോട്ടോറിനുള്ളത്. 2 ന്യൂക്ലിയസ് ആണുള്ളത്. സോ ഒന്നെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ആണ്, അത് നമ്മൾ മെയിൻ മോട്ടോർ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഒരു അസസറി ന്യൂക്ലിയസ് ആണ്, അത് നമ്മൾ പാരാസിമ്പതറ്റിക് ന്യൂക്ലിയസ് ആണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ പാരാസിമ്പതറ്റിക് ഫൈബേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പാരാസിമ്പതറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് നമുക്ക് വലിയൊരു നെർവ് ആയതുകൊണ്ട് തന്നെ, നമ്മുടെ കണ്ണിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന് മെയിൻ ഫങ്ഷൻസ് ഇതാക്കുന്ന ഫൈബേഴ്സും ഉണ്ട്, അസസറി ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ഫൈബേഴ്സും ഉണ്ട്. സോ 2 ന്യൂക്ലിയസ് ആയിട്ട് നമുക്കതിന് കാണാൻ സാധിക്കും. സോ ഇതിലുള്ള മെയിൻ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒക്കുലോമോട്ടോർ മെയിൻ ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു റൗണ്ട് പോർഷൻ ആയിട്ടുള്ള സെൻട്രൽ ഗ്രാമേറ്ററിൻ്റെ മീഡിയൽ ആസ്പെക്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പാരാസിമ്പതറ്റിക് ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സെൻട്രൽ ഗ്രാമേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. സോ ആ ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞ പേരാണ് എഡിംഗർ വെസ്റ്റ്ഫാൽ ന്യൂക്ലിയസ്. സോ ഒക്കുലോമോട്ടോർ നെർവിന് മെയിൻ ഫങ്ഷൻ ഉണ്ട്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ടു സപ്ലൈ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ സപ്ലൈ ആണ്. പാരാസിമ്പതറ്റിക് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രാ ഓക്കുലർ മസിൽസ് ആയിട്ടുള്ള സ്പിൻഡർ പ്യൂപ്പിളെ മസിൽസ്, സീലറി മസിൽസ്, നമുക്കറിയാം സീലറി മസിൽസ് ഹെൽപ്പ് ചെയ്യുന്ന അക്കോമഡേഷനാണ്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതാണ്, നമ്മൾ കൺട്രോളിലല്ലാതെ വരുന്നത്. സ്പിൻഡർ പ്യൂപ്പിളെ മസിൽ എന്ന് പറയുമ്പോൾ പ്യൂപ്പിളിനെ കൺസിസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ വോളണ്ടറി കൺട്രോൾ വരുന്നല്ല. സോ നമ്മുടെ ഈ ഒരു ഒക്കുലോമോട്ടോർ നെർവിൻ്റെ ഫങ്ഷനിൽ തന്നെ എന്ത് വരുന്നുണ്ട്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത്
പിന്നെ അതൊക്കെ ആ ഒരു ഫങ്ഷൻസൊക്കെ നിറവേറ്റാൻ നമുക്ക് എന്ത് വേണം? പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് വേണം. സോ ആ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും ഇതിൻ്റെ പാർട്ടായിട്ട് വരണം. സോ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സിൻ്റെ ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എഡിംഗർ വെസ്റ്റിഫാൾ ന്യൂക്ലിയസ് ആണ്. അതും മിഡ് ബ്രെയിൻ തന്നെയാണ്, പക്ഷേ അത് എവിടെയാണ്? സെൻട്രൽ ഗ്രാമേറ്ററിൻ്റെ ഒരു പിന്നെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് ആസ്പെക്റ്റിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവിൻ്റെ മെയിൻ ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദി മീഡിയൽ ആസ്പെക്റ്റ് ഓഫ് ദി സെൻട്രൽ ഗ്രാമേറ്ററാണ്. സോ നമ്മൾ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് ഹാസ് 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ്. മെയിൻ മോട്ടോർ ന്യൂക്ലിയസ് ആൻഡ് അസസറി ന്യൂക്ലിയസ് ആണ്. സോ മെയിൻ മോട്ടോർ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദി മീഡിയൽ ആസ്പെക്ട് ഓഫ് ദി സെൻട്രൽ ഗ്രാമേറ്റർ ഓഫ് ദി മിഡ് ബ്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് സുപ്പീരിയർ കോളിക്കുലസ്. ആൻഡ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഓർ അസസറി ഫൈബേഴ്സ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദി എഡിംഗർ വെസ്റ്റിഫാൾ ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് ഫ്രം ദി ബാക്ക് സൈഡ് ഓഫ് ദി സെൻട്രൽ ഗ്രാമേറ്റർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ പറയേണ്ടത്. സോ നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു, മെയിൻ മോട്ടോർ ന്യൂക്ലിയസും അസസറി ആയിട്ടുള്ള ന്യൂക്ലിയസും. മെയിൻ മോട്ടോർ ന്യൂക്ലിയസിന് ഒരു പേരും കൂടെ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ, സൊമാറ്റിക് എഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസസറി ന്യൂക്ലിയസിനെ വിസറൽ എഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു പേര് അതിൽ നിങ്ങൾ കൺഫ്യൂഷൻ വരണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളിത് പറയുന്നത്. നമുക്ക് 2 രീതിയിൽ പറയാം. ഇങ്ങനെ വളരെ എളുപ്പത്തിന് വേണമെങ്കിൽ ഒക്കുലോമോട്ടോർ നെർവിന് 2 ന്യൂക്ലിയസിൽ മെയിൻ മോട്ടോർ ന്യൂക്ലിയസും പാരാസിമ്പത്തറ്റിക് ന്യൂക്ലിയസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് എന്നും പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. ന്യൂക്ലിയസ് എന്ന് വരുന്നതാണല്ലോ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നമുക്കതിനെ പറയാൻ പറ്റും. സോ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു. മെയിൻ മോട്ടോർ ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗ്രാമേറ്ററിൻ്റെ മീഡിയൽ ആസ്പെക്റ്റിൽ നിന്നാണ്. എഡിംഗർ വെസ്റ്റിഫാൾ ന്യൂക്ലിയസ് എന്നാണ് ഓക്കുലോമോട്ടറിൻ്റെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഇത് ബ്രെയിനിൽ നിന്ന് കവേർണസ് സൈനസ് വഴിയാണ് നമ്മുടെ ഇതിലോട്ടേക്ക് എത്തുന്നത്, നമ്മുടെ ഐയിലോട്ടേക്ക് എത്തുന്നത്. സോ ബ്രെയിനിലുള്ള ഏതൊക്കെ പാർട്ടിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്? കവേർണസ് സൈനസിലോട്ടേക്ക് എത്തുമ്പം അതിന് ഏതൊക്കെ പാർട്ടുമായിട്ടാണ് റിലേഷൻ? കവേർണസ് സൈനസിൽ ഏതിലൂടെയാണ് അത് പോകുന്നത്? ഓർബിറ്റിലോട്ടേക്ക് അത് എൻ്റർ ചെയ്യുന്നത് ഏത് പാർട്ടിലൂടെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഇപ്പം നമ്മുടെ ന്യൂക്ലിയസ് നിന്ന് നമ്മുടെ ഫൈബേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സെൻട്രൽ ഗ്രാമേറ്ററിൻ്റെ മീഡിയൽ ആസ്പെക്റ്റിൽ നിന്ന് മെയിൻ മോട്ടോർ ന്യൂക്ലിയസും എഡിംഗർ വെസ്റ്റിഫാൾ ന്യൂക്ലിയസിൽ നിന്ന് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും സ്റ്റാർട്ട് ചെയ്ത് സെൻട്രൽ ഗ്രാമേറ്ററിൻ്റെ കൂടെ നമ്മുടെ ബ്രെയിനിൽ നിന്നും പുറത്തേക്ക് പോകണം. സോ ബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പം ഈ ഫൈബേഴ്സിന് നമ്മുടെ ഇത് പുറത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് രണ്ട് സ്ട്രക്ചേഴ്സിൻ്റെ അടുത്ത് കൂടിയാണ് ഇത് പോകുന്നത് ബ്രെയിനിലുള്ള. സോ അതിൽ 1 സ്ട്രക്ചറാണിത് പറയുന്നത് റെഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മറ്റൊരു സ്ട്രക്ചറാണിത് പറയുന്നത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുന്ന സമയത്ത് 2 സ്ട്രക്ചേഴ്സായിട്ട് അതിന് റിലേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? റെഡ് ന്യൂക്ലിയസ് ആൻഡ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും നമ്മുടെ മെയിൻ ഫൈബേഴ്സും ബ്രെയിനിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുമ്പ് റെഡ് ന്യൂക്ലിയസുമായിട്ടും സബ്സ്റ്റാൻഷ്യ നൈഗ്രോയായിട്ട് എന്ത് വരുന്നുണ്ട്? ഇതിനൊരു റിലേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ബ്രെയിനിലുള്ള ഈ ഒരു പാർട്ട് നമ്മൾ 4 പാർട്ടാക്കിയിട്ടാണ് ഇതിൻ്റെ മൊത്തം കോഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബ്രെയിൻ പാർട്ട്, ദെൻ ബ്രെയിനിൽ നിന്ന് കവേർണസ് സൈനസിലോട്ടേക്ക് ഇടയിലുള്ളൊരു പാർട്ട്, ദെൻ കവേർണസ് സൈനസിലെ പാർട്ട്, ദെൻ ഓർബിറ്റിലെ പാർട്ട്. സോ ബ്രെയിനിലുള്ള പാർട്ട് നമ്മൾ പറയുന്ന പേരാണ് ഫെസിക്കുലാർ പാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഫെസിക്കുലാർ പാർട്ടിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സുമായിട്ടാണ് നമ്മുടെ ഒക്കുലർ മോട്ടോർ ഫൈബേഴ്സിൻ്റെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ന്യൂക്ലിയസ് ആൻഡ് സബ്സ്റ്റാൻഷ്യ നൈഗ്രയാണ്. സോ ഇപ്പം നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് ഇതിനെ ലീവ് ചെയ്തു? നമ്മുടെ ബ്രെയിനിനെ ലീവ് ചെയ്തു. ഇതിലോട്ടേക്കാണ് ഇത് എത്തേണ്ടത്? കവേർണസ് സൈനസിലോട്ടേക്കാണ് ഇത് എത്തേണ്ടത്. സോ കവേർണസ് സൈനസിലോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് ആർട്ടറീസുമായിട്ട് ഇതിന് റിലേഷൻ ഉണ്ട്. അത് പേര് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. 3 ആർട്ടറീസുമായിട്ട് അതിന് റിലേഷൻ വരുന്നുണ്ട്. സോ ഇപ്പം നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ലീവ് ചെയ്തു. ഇത് എത്തേണ്ടത് കവേർണസ് സൈനസിലോട്ടേക്കാണ്. സോ കവേർണസ് സൈനസിലോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിന് ചില ആർട്ടറീസുമായിട്ട് റിലേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആർട്ടറീസിൻ്റെ പേര് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. സോ നമ്മളിവിടെ നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ PCA ആൻഡ് SCA എന്ന് പറഞ്ഞിട്ട്. PCA എന്ന് പറയുമ്പോൾ
അതെന്ന് പറയുന്നത് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയാണ്. SCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ സെറിബെല്ലാർ ആർട്ടറി. ഒന്ന് സെറിബൽ ആർട്ടറിയും ഒന്ന് സെറിബെല്ലാർ ആർട്ടറിയാണ്. സോ ഇത് ഒരു കോംപ്ലക്സ് ആയിട്ട് ഒരു അനാട്ടമിയാണ്. സോ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ബ്രെയിനിൽ നിന്ന് കണ്ണിലോട്ടേക്ക് എത്തുന്ന ഈ ഒരു പാത്ത് എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ ഒരുപാട് ആർട്ടറീസും വെയിൻസും ഒക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു മൊത്തം അനാട്ടമി നമ്മൾ പറയാമെന്ന് പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് ഇത് മാറും. സോ ചില കാര്യങ്ങൾ നമ്മൾ ഇതവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ഇതൊക്കെ ബെസിലാർ ആർട്ടറി എന്ന് പറയുന്ന മെയിൻ ആർട്ടറിയിൽ നിന്ന് പോകുന്ന ഒരു ആർട്ടറിയാണ്. സോ അതുകൊണ്ടാണ് അതിന് അങ്ങനെയുള്ളൊരു ബെസിലാർ പാർട്ട് എന്നുള്ള പേരൊക്കെ നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബ്രെയിനിൽ നിന്ന് കവർണ സയൻസിലോട്ടൊക്കെ എത്തുന്നതിൻ്റെ മുമ്പുള്ള. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ബ്രെയിനിൽ നിന്ന് ഏതൊരു പാർട്ടിൽ നിന്നാണ് നമ്മുടെ ഒക്യുലോമോട്ടോർ നെർവ് തുടങ്ങിയിട്ടുള്ളത്. സോ അത് പോകുമ്പോൾ ഏതൊക്കെ പാർട്ടുമായിട്ട് അതിന് റിലേഷൻ ഉണ്ട്. സോ കവർണ സയൻസിലോട്ട് എത്തുന്നതിന് മുമ്പ് ചില ആർട്ടറീസ് ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. പറ്റുമെങ്കിൽ ഈ ഒരു പേര് ഓർത്ത് വെക്കുക. PCA എന്ന് പറയുമ്പോൾ എന്താണ് പോസ്റ്റീരിയർ സെറിബൽ ആർട്ടറിയും SCA എന്ന് പറയുമ്പോൾ സുപ്പീരിയർ സെറിബെല്ലാർ ആർട്ടറിയുമാണ്. സുപ്പീരിയർ സെറിബൽ ആർട്ടറിയാണ്. സോ ഇത് രണ്ടിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫൈബേഴ്സ് നമ്മുടെ കണ്ണിലോട്ടേക്ക് എത്തുന്നത്. സോ വേറൊരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇത് നമ്മുടെ ഈ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും നമ്മുടെ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി മിഡ് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരുമിച്ചാണ് ഇത് പോകുന്നത്. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ റൂട്ടിലൊക്കെ ഇത് ഒരുമിച്ചാണ് പോകുന്നത് കൂടെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറിയും കൂടെ ഇതിൽ വരുന്നുണ്ട്. സോ ആ ഒരു പേരും അത് അത്ര നമ്മൾ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കി വെക്കുക. പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുടെയും സുപ്പീരിയർ സെറിബ്രൽ ആർട്ടറി ഇടയിലൂടെയാണ് നമ്മുടെ കവേർണ സൈനസിലോട്ടേക്ക് എത്തുന്നത്. സോ ആ ഒരു ഇൻ ബിറ്റ്വീൻ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് ബെസിലാർ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒക്യുലോമോട്ടോർ നെർവിൻ്റെ 2 ഫൈബേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ കവേർണ സൈനസിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കവേർണ സൈനസിലുള്ള പാർട്ടാണ്. സോ അതിനെ നമ്മൾ ഇൻട്രാ കവേർണസ് പാർട്ട്, ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതല്ലേ, സോ ഇൻട്രാ കവേർണസ് പാർട്ട് എന്ന് പറഞ്ഞാൽ പറയാം. സോ കവേർണ സൈനസിൻ്റെ കവേർണ സൈനസ് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പാണ് അല്ലേ, അതൊരു ചെറിയൊരു ഗ്യാപ്പാണ്. സോ അതിന് നമ്മളൊരു ബോക്സായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മീഡിയൽ പാർട്ടുണ്ട്, ലാറ്ററൽ പാർട്ടുണ്ട്, ഇൻസൈഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഈ ഒരു ചെറിയൊരു ബോക്സായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു കവേർണ സൈനസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്യാപ്പിൻ്റെ ലാറ്ററൽ വാളിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മുടെ ഒക്യുലോമോട്ടോർ നെർവ് കടന്നു പോകുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുമാത്രമേ നമ്മൾ ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടുള്ളൂ. സോ ബ്രെയിനിൽ നിന്ന് ഇപ്പം ആർട്ടറീസുമായിട്ടുള്ള റിലേഷൻ വന്ന് നമ്മുടെ ഒക്യുലോമോട്ടോർ ഫൈബേഴ്സ് കവേർണ സൈനസിലെത്തി. കവേർണ സൈനസിലെ ലാറ്ററൽ പാർട്ടിലൂടെയാണ്, ലാറ്ററൽ വാളിലൂടെയാണ് ഈ ഒരു ഫൈബേഴ്സ് സഞ്ചരിക്കുന്നത്. ഈ ലാറ്ററൽ വാളിൽ ബാക്കിയുള്ള ഫൈബേഴ്സൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒക്യുലോമോട്ടോർ അല്ലാതെ നമുക്ക് 3rd നെർവും 4th നെർവും 5th നെർവും ഒക്കെ ഉണ്ട്. സോ അതിൻ്റെയൊക്കെ പാർട്ടി കവേർണ സൈനസിലൂടെ വരുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ ഒക്യുലോമോട്ടോർ നെർവാണ് പറയുന്നത്. സോ ഒക്യുലോമോട്ടോർ നെർവ് കവേർണ സൈനസിൻ്റെ ലാറ്ററൽ വാളിലൂടെയാണ് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഡിവിഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി നമുക്കറിയാം മെയിൻ മോട്ടോർ ഫൈബേഴ്സും പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സിന് നമ്മൾ ഗ്രീനിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും ഒരുമിച്ചാണ് നമ്മുടെ എവിടത്തേക്ക് വരെ എത്തുന്നത്, നമ്മുടെ കവേർണ സൈനസിൻ്റെ ടിപ്പിലേക്ക്, ലാറ്ററൽ വാളിൻ്റെ എൻഡിൽ വരെ എത്തുന്നത്. സോ എൻഡിലെത്തുമ്പം ഈ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, സുപ്പീരിയർ ഡിവിഡൻറ്റും ഇൻഫീരിയർ ഡിവിഡൻറ്റും. അതായത് മുകളിലോട്ടേക്ക് പോകുന്ന ഡിവിഡൻറ്റിനെ നമ്മൾ സുപ്പീരിയർ ഡിവിഡൻറ്റ് എന്നും അടിയിലോട്ടേക്ക് പോകുന്ന ഡിവിഡൻറ്റിനെ നമ്മൾ ഇൻഫീരിയർ ഡിവിഡൻറ്റ് എന്നുള്ള പേരായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കവേർണ സൈനസിലോട്ടേക്ക് എത്തി കവേർണ സൈനസിൽ ലാറ്ററൽ വാളിന്ന് കവേർണ സൈനസിൽ ലീവ് ചെയ്യുമ്പം നമ്മുടെ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. മെയിൻ മോട്ടോർ ഫൈബേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ മെയിൻ മോട്ടോർ ഫൈബേഴ്സിൻ്റെ കൂടെ ആര് വരുന്നുണ്ട്, നമ്മുടെ ഈ ഗ്രീൻ കളറായിട്ടുള്ള പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് വരുന്നുണ്ട്. സോ ഈ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും ഓൾറെഡി ഇതുവരെ ഇതിൻ്റെ കൂടെയല്ലേ വന്നത്. സോ ഇനി ഓൾറെഡി ഇപ്പോൾ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ കൂടെയല്ലേ പോകേണ്ടി വരിക. സോ ഇപ്പം നമ്മുടെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് പോകുന്നത് ഇതിൻ്റെ ഇൻഫീരിയർ ഡിവിഡൻറ്റിൻ്റെ കൂടിയാണ്. സോ ഇതുവരെ ഒരുമിച്ച് വന്നു. കവേർണ സൈനസിലോട്ടേക്ക് എത്തുമ്പം നമ്മുടെ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് സുപ്പീരിയർ ഡിവിഡൻറ്റും ഒന്ന് ഇൻഫീരിയർ ഡിവിഡൻറ്റുമായി. ഇൻഫീരിയർ ഡിവിഡൻറ്റ് കൂടിയാണ് നമ്മുടെ ആര് പോകുന്നത്, നമ്മുടെ ഗ്രീൻ നമ്മൾ നൊട്ടേഷൻ കൊടുത്തിട്ടുള്ള പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് പോകുന്നത്. ഇനി അടുത്ത കവേർണ സൈനസ് കഴിഞ്ഞാൽ ഇതിനെവിടത്തേക്ക് എത്തേണ്ടത്, നമ്മുടെ കണ്ണിലോട്ടേക്കാണ് എത്തുന്നത്. സോ കണ്ണിലോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട് അല്ലേ,
നമ്മുടെ ഐ ഈ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓർബിറ്റാണ് അല്ലേ, നമ്മുടെ കണ്ണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ഓർബിറ്റിലാണ്. സോ ഓർബിറ്റിൻ്റെ ഗേറ്റിലുള്ള ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷർ. ഇറ്റ് ഈസ് നോൺ ആസ് സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷർ, SOF. സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഏതിൽ പഠിച്ചിട്ടുണ്ടാകുന്നറിയോ, എക്സ്ട്രാ ഓക്കുലർ മസിൽസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. സോ അതൊരു നമ്മുടെ ഓർബിറ്റിലോട്ടേക്കുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്. സോ ഈ സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷർ വഴി ആണ് നമ്മുടെ എന്ത് പോകുന്നത്, നമ്മുടെ ഒക്കുലോമോട്ടോർ ഫൈബേഴ്സ് നമ്മുടെ കണ്ണിലോട്ടേക്ക് എത്തുന്നത്. സോ ഈ സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഈ സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷറിൻ്റെ ചുറ്റിൽ നിന്നാണ് ആര് ഫോം ചെയ്യുന്നത്, നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഫോം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അനുലോസ് ഓഫ് സിൻ ഇല്ലേ, നമ്മൾ 3 ഡയമെൻഷനിൽ നമ്മളിതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷറിൻ്റെ മുകളിലൂടെയുള്ള ഈ അനുലോസ് ഓഫ് സിന്നിൽ നിന്നാണ് നമ്മുടെ 4 റെക്ടസ് മസിൽസും നമ്മുടെ കണ്ണിലോട്ടേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ അതിലേക്കൊന്നും നമ്മൾ പോകണ്ട, നമ്മളിപ്പോൾ മനസ്സിലാക്കുക സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷർ വഴിയാണ് നമ്മുടെ കണ്ണിലോട്ടേക്ക് നമ്മുടെ ഒക്കുലോമോട്ടോർ ഫൈബേഴ്സ് എത്തുന്നത്. ഓൾറെഡി അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സുപ്പീരിയർ ഡിവിഡൻറ്റും ഇൻഫീരിയർ ഡിവിഡൻറ്റും. രണ്ടും എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, നമ്മുടെ സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷറിലോട്ടേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഏത് പാർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയൽ പാർട്ടാണ്. ആദ്യം സുപ്പീരിയർ ഓർബൈറ്റൽ ഫിഷറിലൂടെയാണ് കണ്ണിലേക്ക് എത്തുന്നത് മനസ്സിലാക്കുക. അതിൻ്റെ ഏത് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയൽ പാർട്ടിലൂടെയാണ് നമ്മുടെ കണ്ണിലോട്ടേക്കുള്ള നമ്മുടെ എൻട്രൻസ് ഓഫ് ദി ഒക്കുലോമോട്ടോർ നെർവ് എന്ന് പറയുന്നത്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം സുപ്പീരിയർ ഡിവിഡൻറ്റും ഇൻഫീരിയർ ഡിവിഡൻറ്റും രണ്ടും മീഡിയയിലൂടെയാണ് വരുന്നത്. സോ ഈ സുപ്പീരിയർ ഡിവിഡൻറ്റ് നമ്മുടെ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷറിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എന്തിലോട്ടേക്ക് സപ്ലൈ ചെയ്യും, ലെവേറ്റർ പാർപ്പിബിൾ സുപ്പീരിയർ ഓറിസിസിനും സുപ്പീരിയർ റെക്ടസിനും സപ്ലൈ ചെയ്യും. സോ സുപ്പീരിയർ ഡിവിഡൻറ്റ് എന്തിനൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്, ലെവേറ്റർ പാർപ്പിബിൾ സുപ്പീരിയർ ഓറിസിസിനെയും സുപ്പീരിയർ റെക്ടസിനുമാണ് സപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഇതിൻ്റെ ഇൻഫീരിയർ ഡിവിഡൻറ്റ് ഉണ്ട് അല്ലേ. സോ ഇൻഫീരിയർ ഡിവിഡൻറ്റ് ഏതിനൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ സുപ്പീരിയർ റെക്ടസ് കഴിഞ്ഞാലുള്ള ബാക്കി 3 റെക്ടസ് മസിൽസ്, മീഡിയൽ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ് ആൻഡ് ഇൻഫീരിയർ ഒബ്ലിക്ക്, ഇതിന് 3നാണ് ആര് സപ്ലൈ ചെയ്യുന്നത്, ഇൻഫീരിയർ ഡിവിഡൻറ്റ് സപ്ലൈ ചെയ്യുന്നത്. സോ എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ സപ്ലൈ നമ്മൾ പറഞ്ഞു അല്ലേ. എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ സപ്ലൈൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ലെവേറ്റർ പാർപ്പിബിൾ സുപ്പീരിയർ ഓറിസിസ് ഒരിക്കലും എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ പാർട്ടല്ല, അത് നമ്മുടെ ഐലിഡിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു സ്കെലിറ്റൽ മസിൽസിൻ്റെ ഒരു പാർട്ടാണ്. സോ അതിനും കൂടി നമ്മൾ ഒക്കുലോമോട്ടോർ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ മോട്ടോർ ഫൈബേഴ്സിലൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ സുപ്പീരിയർ ഡിവിഡൻറ്റ് LPSനെയും സുപ്പീരിയർ റെക്ടസിനെയും സപ്ലൈ ചെയ്യും. ഇതിൻ്റെ ഇൻഫീരിയർ ഡിവിഡൻറ്റ് സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ ക്രോസ് ചെയ്തിട്ട് മീഡിയൽ റെക്ടസിനെയും ഇൻഫീരിയർ ഒബ്ലിക്കിനെയും സപ്ലൈ ചെയ്യും. സോ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇൻഫീരിയർ ഡിവിഷൻ ആണല്ലോ കൂടുതലായിട്ട് 3 മസിൽസിനെ സപ്ലൈ ചെയ്യുന്നത് ഇൻഫീരിയർ ഡിവിഷനാണ്, സുപ്പീരിയർ ഡിവിഷൻ 2 മസിൽസിനെ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ ഡിവിഷൻ ഓഫ് ദി ഒക്കുലോമോട്ടോറാണ് കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുതലുള്ളത്. ഒരു ലോങ് മസിൽസ്, ലോങ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് അതാണ്. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡ് കൂടെ മനസ്സിലാക്കുക. സോ നമ്മൾ ഇവിടെ ഒരാളെ നമ്മൾ വിട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ഗ്രീൻ ആയിട്ടുള്ള നമ്മുടെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ്. സോ ഈ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സിനെ മാത്രം നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡിഞ്ചർ വെസ്റ്റിഫാൾ ന്യൂക്ലിയസിൽ നിന്നും തുടങ്ങി നമ്മുടെ മെയിൻ മോട്ടോർ ഫൈബേഴ്സിൻ്റെ കൂടെ എവിടെ എത്തി, കവേർണസ് സൈനസിൻ്റെ എൻഡിലോട്ടേക്ക് എത്തി. കവേർണസ് സൈനസിൻ്റെ എൻഡിൽ നിന്നും നമ്മുടെ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് സുപ്പീരിയർ ഡിവിഡൻറ്റും ഇൻഫീരിയർ ഡിവിഡൻറ്റും. പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ആരുടെ കൂടെയാണ് പോകുന്നത്, നമ്മുടെ ഇൻഫീരിയർ ഡിവിഡൻറ്റ് വഴിയാണ് പോകുന്നത്. എന്നിട്ട് നമ്മുടെ കണ്ണിലോട്ടേക്ക് എത്താൻ മീഡിയൽ സൈഡ് ഓഫ് ദി സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷറിനെ ക്രോസ് ചെയ്തു. സോ അവിടെ എത്തിയപ്പോൾ നമ്മുടെ സുപ്പീരിയർ ഡിവിഡൻറ്റ് LPSനെയും SRനെയും സപ്ലൈ ചെയ്തു. നമ്മുടെ ഇൻഫീരിയർ ഡിവിഡൻറ്റ് മീഡിയൽ റെക്ടസിനെയും ഇൻഫീരിയർ ഒബ്ലിക്കിനെയും എന്താക്കി സപ്ലൈ ചെയ്തു. സോ നമ്മുടെ ഈ ഒരു പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് നമ്മുടെ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷറിനെ ക്രോസ് ചെയ്ത് നേരെ എത്തുന്ന എവിടെയാണ്, ഒരു സീലിയറി ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന സ്ട്രക്ചർ. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. സോ ഈ സീലിയറി ഗാംഗ്ലിയോണിലേക്കാണ് ഇത് എത്തുന്നത്. എന്തുകൊണ്ട് എന്താ ഇതിൻ്റെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സിൻ്റെ റൂട്ട് നമ്മൾ ഡിഫറെൻ്റ് ആക്കി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണിൻ്റെ ഇൻട്രാ ഓക്കുലർ മസിൽസിനെയാണല്ലോ ഇത് സപ്ലൈ ചെയ്യുന്നത്. സോ മെയിൻ മോട്ടോർ ഫൈബേഴ്സ് എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെയും നമ്മുടെ ഇൻട്രാ ഓക്കുലർ മസിൽസിനെയാണ് ആര് സപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് സപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് കണ്ണിൻ്റെ ഉള്ളിലോട്ടേക്ക് എൻട്രി ചെയ്യണം. ഉള്ളിലോട്ടേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ആഫ്റ്റർ ക്രോസിംഗ് ദി സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ ഇത് നേരെ എവിടേക്കാണ് എത്തുന്നത് വെച്ചാൽ സീലിയറി ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലോട്ടേക്ക് എത്തുന്നത്. ഈ സീലിയറി ഗാംഗ്ലിയോൺ ശരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓർബിറ്റിൻ്റെ ഒരു അപെക്സ് റീജിയനിലാണ്.
ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളെന്താണ് ഒപ്റ്റിക് നെർവാണ് അല്ലേ. ഒപ്റ്റിക് നെർവിൻ്റെയും ഇവിടെ ഒരു ലാറ്ററക്ടസ് മസിൽസിൻ്റെ ഈ ലാറ്ററക്ടസ് മസിൽസിൻ്റെയും ഇടയിലാണ് നമ്മുടെ സീലറി ഗാംഗ്ലിയോൺ സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ഈ സീലറി ഗാംഗ്ലിയോൺ എത്തിയതിന് ശേഷം ഇതെന്താക്കും, ദാറ്റ് വിൽ പിയേഴ്സ് ദ സ്ക്ലീറിനെ പിയേഴ്സ് ചെയ്ത് നമുക്കറിയാം ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, സുപ്രാ കൊറോയിഡൽ സ്പേസ്. സുപ്രാ കൊറോയിഡൽ സ്പേസ് വഴി നമ്മുടെ സ്പിൻഡർ പ്യൂപ്പിളെ മസിൽസും നമ്മുടെ സീലറി മസിൽസൊക്കെ എവിടെയാണ് ഉള്ളത്, സീലറി ബോഡിയിലും ഐറിസിലാണ് ഉള്ളത് അല്ലേ. സോ അതിലോട്ടേക്ക് എത്തിയിട്ട് എന്താക്കും, സ്പിൻഡർ പ്യൂപ്പിളിനെയും സിലറി മസിൽസിനെയും സപ്ലൈ ചെയ്യുന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാരാസിമ്പതറ്റിക് റൂട്ടും ഉണ്ട്, അത് നമ്മുടെ ഡയലേറ്റർ പ്യൂപ്പിളെ മസിൽസിനെയും എന്താക്കും, സപ്ലൈ ചെയ്യുന്നുള്ളതാണ്. സോ ഒരു ബ്രീഫായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഒക്ലോമോട്ടോർ നെർവ് അതൊരു തേർഡ് ക്രാനിയൽ നെർവാണ്, അത് മോട്ടോറിൻ ഫങ്ഷനാണ്. സോ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡ് ബ്രെയിനിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 ന്യൂക്ലിയസ് ഉണ്ട്, മെയിൻ ന്യൂക്ലിയസും അതുപോലെ തന്നെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് ന്യൂക്ലിയസും. അതെന്തിനാണ്, ഇൻവോളണ്ടറി ആക്ഷൻ ആയിട്ടുള്ളതിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ മോട്ടോർ ന്യൂക്ലിയസ് സപ്ലൈ ചെയ്യുന്നത് എക്സ്ട്രാ ഓക്കുലർ മസിൽസിനാണ്, പാരാസിമ്പത്തറ്റിക് ന്യൂക്ലിയസ് സപ്ലൈ ചെയ്യുന്നത് ഇൻട്രാ ഓക്കുലർ മസിൽസിനാണ്. സോ മെയിൻ മോട്ടോർ ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗ്രേമേറ്ററിൻ്റെ മീഡിയൽ സൈഡിൽ നിന്നാണ്. പാരാസിമ്പത്തറ്റിക് ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഫ്രം ദി എഡിങ്കർ വെസ്റ്റ്ഫാൽ ന്യൂക്ലിയസ് ആണ്. സോ ഇത് രണ്ടും ഒരുമിച്ചാണ് കവേർണസ് സൈനസ് വരെ ട്രാവൽ ചെയ്യുന്നത്. സോ കവേർണസ് സൈനസ് നിന്ന് കണ്ണിലോട്ടേക്ക് എത്തണമെങ്കിൽ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷൻ എന്താക്കണം, പാസ് ചെയ്യണം. സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷനെ പാസ് ചെയ്യണം. സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷൻ്റെ മീഡിയൽ പാർട്ടിലൂടെയാണ് ഇതെന്താക്കുന്നത്, പാസ് ചെയ്യുന്നത്. സോ ഈ ഒരു റൂട്ടിൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് നമ്മുടെ മെയിൻ മോട്ടോർ ഫൈബേഴ്സിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. കവേർണസ് സൈനസിൽ എത്തുമ്പം അതിൻ്റെ എൻഡിൽ ലാറ്ററൽ വാളിൽ അത് ക്രോസ് ചെയ്യുമ്പം എന്താകുന്നുണ്ട്, മെയിൻ മോട്ടോർ ഫൈബേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻഫീരിയർ ഡിവിഡൻ്റെ കൂടെയാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് പോകുന്നത്. ദെൻ ഫൈനലി പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് എത്തുന്നത് എവിടെയാണ്, സീലറി ഗാംഗ്ലിയോൺ എന്നാണ്. സീലറി ഗാംഗ്ലിയോണിൽ എത്തിയതിന് ശേഷമാണ് അത് കണ്ണിൻ്റെ ഉള്ളിലോട്ടേക്ക് കടന്നിട്ട് സ്പിൻഡർ പ്യൂപ്പിളിനെയും സീലറി മസിൽസിനെയും എന്താക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത് എന്താക്കുക, മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറഞ്ഞില്ലേ ഒക്കുലോമോട്ടോർ നെർവിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ ഒക്കുലോമോട്ടോർ നെർവ് പഠിക്കുമ്പം അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡെഫിനിഷൻ, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ കോസ് ആൻഡ് റിലേഷൻസ് ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ക്ലിനിക്കൽ അപ്ലൈഡ് ആസ്പെക്ട്സ്. അതായത് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫങ്ഷൻസാണ് നമുക്ക് ലോസ്റ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ക്ലിനിക്കൽ അപ്ലൈഡ് ആസ്പെക്ട്സിൽ നമ്മൾ പറയുന്നത്. സോ ഓൾറെഡി നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, ഇറ്റ് ഈസ് മോട്ടോർ ഫങ്ഷനാണ്, ബ്രെയിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഐയിലോട്ടേക്കാണ് എത്തുന്നത്, ആൻഡ് അതൊരു തേർഡ് ക്രാനിയൽ നെർവാന്ന് പറഞ്ഞു. ലൊക്കേഷൻ എന്ന് പറയുമ്പം അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മിഡ് ബ്രെയിൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡ് ബ്രെയിനിൽ എവിടെയാണ്, ഫ്രം ദി മീഡിയൽ ആസ്പെക്റ്റ് ഓഫ് ദി സെൻട്രൽ ഗ്രാമേറ്റർ. ഏതിൻ്റെ ലെവലിലാണ്, സുപ്പീരിയർ കോളിക്കുലസിൻ്റെ ലെവലിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ആൻഡ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ അത് ബ്രെയിനിൽ നിന്ന് കവേർണസ് സൈനസിലോട്ടേക്ക് എത്തി, അവിടുന്ന് സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ വഴിയാണ് നമ്മുടെ കണ്ണിലോട്ടേക്ക് എത്തുന്നത്. സോ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന 2 ന്യൂക്ലിയസ് ഉണ്ട്. അതിന് വോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്, ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. വോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നത് മെയിൻ മോട്ടോർ ഫൈബേഴ്സ് വഴിയാണ്, ആൻഡ് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് വഴിയാണ്. സോ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രെയിനിന് അതിന് റെഡ് ന്യൂക്ലിയസും സബ്സ്റ്റാൻസ് നൈഗ്രൈറ്റൊക്കെ റിലേഷൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷൻ്റെ മീഡിയൽ ആസ്പെക്റ്റിലൂടെ അത് പോകുന്നത്, കവേർണസ് സൈനസിൻ്റെ ലാറ്ററൽ പാർട്ടിലൂടെ അത് പോകുന്നത്. സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ അപ്ലൈഡ് ആസ്പെക്ട്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഫങ്ഷൻസാണ് അല്ലേ. ഫങ്ഷൻസ് അറിഞ്ഞാലാണ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മോട്ടോർ എന്ന് പറയുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ നമ്മുടെ കണ്ണിൻ്റെ ഫങ്ഷൻസിൽ. അത് നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെയും ഇൻട്രാ ഓക്കുലർ മസിൽസിനെയും അതുപോലെ തന്നെ LPS മസിൽസിനെയും അതെന്താക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻസ് ഒന്നും നടക്കില്ല. ഈ ഫങ്ഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ ക്ലിനിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് LPS മസിൽസിനെ നമ്മൾ ഒക്കുലോമോട്ടോർ നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. സോ ഒക്കുലോമോട്ടോർ നെർവിന് ഒരു പ്രശ്നം പറ്റി. അപ്പോൾ LPS മസിൽസിൻ്റെ ഫങ്ഷൻ എന്താണ്? LPS മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഐലിഡിനെ ഇലവേറ്റ് ചെയ്യിക്കാനുള്ളൊരു മസിലാണെന്ന് പറയുന്നത് LPS മസിൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ LPS ഒക്കുലോമോട്ടോർ നെർവ് കൃത്യമായിട്ട് LPSനെ സപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് എന്താക്കാൻ പറ്റില്ല, എലവേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കണ്ണെന്തായിട്ട് മാറും, നമ്മുടെ ഐലിഡ് എപ്പോഴും ഹാഫ് ക്ലോസ്, നമ്മുടെ കണ്ണെപ്പോഴും ഒരു ഹാഫ് ക്ലോസ് സ്ട്രക്ചറിലോട്ടേക്ക് വരും. അതിന് പറയുന്ന പേരാണ്
ടോസിസ് എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ നിങ്ങൾ തേർഡ് ഇയറിലൊക്കെ നിങ്ങൾ ഡിസീസിലൊക്കെ നിങ്ങൾ പഠിക്കും. സോ ഇപ്പോൾ മനസ്സിലാക്കുക, ടോസിസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. നമുക്ക് കണ്ണ് കൃത്യമായി തുറക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് നമ്മളിത് പറയുന്നത് ടോസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ടോസിസ് വരുന്നത്? കാരണം ഈ കണ്ണ് കൃത്യമായിട്ട് നമുക്ക് എലിവേറ്റ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന LPS മസിൽസിൻ്റെ ഈ ഒരു ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഒക്കുലോമോട്ടോർ നെർവാണ്. സോ ഒക്കുലോമോട്ടോർ നെർവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ LPS മസിൽസിൻ്റെ ഫംഗ്ഷന് അത് എഫക്റ്റ് ചെയ്യും. അതുമൂലം നമുക്ക് എന്ത് വരും? ടോസിസ് വരും. അതുപോലെ തന്നെ മറ്റൊരു LPS നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവ് സപ്ലൈ ചെയ്യുന്ന ഒരു മസിലാണെന്ന് പറയുന്നത് സ്പിൻഡർ പ്യൂപ്പിളെ മസിൽ. സ്പിൻഡർ പ്യൂപ്പിളെ മസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഇൻട്രാ ഓക്കുലർ മസിലാണ്, കണ്ണിൻ്റെ ഉള്ളിലുള്ള മസിലാണ്. കണ്ണിൻ്റെ ഉള്ളിൽ ഏതൊക്കെ മസിലുണ്ട്? സ്പിൻഡർ പ്യൂപ്പിളെ, സിലറി മസിൽസ്, ഇത് കൂടാണ്ട് ഡയലേറ്റർ പ്യൂപ്പിളെ മസിൽസ് ഉണ്ട് അല്ലേ. സോ സ്പിൻഡർ പ്യൂപ്പിളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കണ്ണിനെ കൺസ്ട്രിക്റ്റ് ചെയ്യിക്കാനല്ലേ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മുടെ കൂടുതൽ ലൈറ്റൊക്കെ വരുമ്പോൾ നമ്മളെ കണ്ണ് കൺസ്ട്രിക്റ്റ് ആവും. സോ ഒക്കുലോമോട്ടോർ നെർവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്പിൻഡർ പ്യൂപ്പിളെ മസിൽസിനെ സപ്ലൈ ചെയ്യാൻ അതിന് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് കൺസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. സോ കണ്ണ് എപ്പോഴും എന്ത് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക? ഒരു ഡയലേറ്റഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. സോ ഈ ഒരു പ്രശ്നം കൂടെ നമുക്ക് എന്ത് വരും? ഒക്കുലോമോട്ടോർ നെർവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വരും അല്ലേ. സോ ഇനി അടുത്ത മസിലാണ് സിലറി മസിൽ. അതും ഒരു ഇൻട്രാ മസിലാണ്. സോ സിലറി മസിൽസിനെയും സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഒക്കുലോമോട്ടോർ നെർവാണ് അല്ലേ. സോ സിലറി മസിൽസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം അക്കോമഡേഷൻ അല്ലേ. നമ്മൾ ലങ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ലങ്സിനെ റിലാക്സ് ചെയ്യിക്കാനും ഇതിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അക്കോമഡേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മസിലാണെന്ന് പറയുന്നത് സിലറി മസിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സിലറി ബോഡി അല്ലേ. അതുകൊണ്ടാണ് സിലറി മസിൽ എന്ന് പറയുന്നത്. സോ സിലറി മസിൽസിന് കൃത്യമായിട്ട് സപ്ലൈ ചെയ്യാൻ ഒക്കുലോമോട്ടോറിന് സംഭവിച്ചില്ല, നമുക്ക് എന്ത് ലോസ്റ്റ് ആവും? നമ്മുടെ അക്കോമഡേഷൻ ലോസ്റ്റ് ആവും അല്ലേ. അക്കോമഡേഷൻ ലോസ്റ്റ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിയറിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടേക്ക് വരും. അത്ര ഡീറ്റെയിലേക്കൊന്നും പോകണ്ട, അക്കോമഡേഷൻ ലോസ്റ്റ് ആവുമെന്ന് പറയാം. ദെൻ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആയിട്ടുള്ള 4 മസിൽസിന് എന്താക്കുന്നത്? സപ്ലൈ ചെയ്യുന്നത് ലാറ്ററൽ റെക്ടസും സുപ്പീരിയർ ഓബ്ലിക്കും ഒഴിച്ചിട്ടുള്ള. സോ അതിൻ്റെ ഒക്കെ ആക്ഷൻസ് മൂവ്മെൻറ്റ് ഉണ്ടാവും, അവിടെ റെസ്ട്രിക്റ്റഡ് ആവും. സോ കൃത്യമായിട്ട് നമുക്ക് പല മൂവ്മെൻറ്റുകളും നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് കണ്ണിലൂടെ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഈ ഒരു മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഡിപ്ലോപ്പിയ എന്ന് പറയുമ്പോൾ 2 ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലോട്ടേക്ക് നമ്മളെത്തും, മൂവ്മെൻറ്റുകൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ. സോ ക്ലിനിക്കൽ അപ്ലൈഡ് ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒക്കുലോമോട്ടോർ നെർവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് അതിന് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ടോസിസ് ഉണ്ടാവാം, നമുക്ക് ഡയലറ്റേഷൻ സ്റ്റേറ്റിലോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, അക്കോമഡേഷൻ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, പല മൂവ്മെൻറ്റുകളും റെസ്ട്രിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡിപ്ലോപ്പിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ എന്താക്കാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൾസോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അതും കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം, നിങ്ങൾ ടെസ്റ്റും കൂടെ വായിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഒക്കുലോമോട്ടോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്.